നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് ആശ്വാസം. കോടതിയലക്ഷ്യ ഹർജിയിൽ 10-ാം തീയതി ഹാജരാകുന്നതിൽ നിന്ന് ഇളവ്. MV ഗോവിന്ദന്റെ അപേക്ഷ അംഗീകരിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി ഫെബ്രുവരി 12-ന് 4 മണിക്ക് ഹാജരാകണം. രാഷ്ട്രീയ നേതാക്കൾ 10-ാം തീയതി തന്നെ ഹാജരാകണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഇടക്കാല ഉത്തരവ്. ബ്രൂവറി നിർമ്മാണത്തിന് ഒയാസിസ് കമ്പനി നൽകിയ അപേക്ഷയിൽ CPI ഭരിക്കുന്ന റവന്യൂ വകുപ്പിന്റെ വെട്ട്. ഒയാസിസ് നൽകിയ ഭൂമി തരം മാറ്റ അപേക്ഷ തള്ളി. പാലക്കാട് RDO ആണ് അപേക്ഷ തള്ളിയത്. ഭൂമിയിൽ നിർമ്മാണം പാടില്ലെന്നും കൃഷി ചെയ്യണമെന്നും നിർദ്ദേശം. ഒയാസിസ് കമ്പനി ഭൂമി തരം മാറ്റുന്ന കാര്യം എക്സൈസിന്റെ മുന്നിൽ വന്നതിന് മാത്രമാണ് അനുമതി നൽകിയതെന്ന് മന്ത്രി MB രാജേഷ്. നിലവിലുള്ള നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും ആധാരമായി മാത്രമേ അനുമതി നൽകൂ. മുന്നണിക്കുള്ളിൽ ബ്രൂവറി വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. CPI വകുപ്പുകളുടെ തീരുമാനമാണോ എന്ന് അറിയില്ലെന്നും മന്ത്രി. നെടുമ്പാശ്ശേരിയിൽ മാലിന്യക്കുഴിയിൽ വീണ് 3 വയസ്സുകാരന് ദാരുണാന്ത്യം. രാജസ്ഥാൻ സ്വദേശി റതാൻ രാജുവാണ് മരിച്ചത്. തുറന്നു കിടന്ന ഓടയിലേക്കാണ് കുട്ടി വീണത്. ആഭ്യന്തര ടെർമിനലിന് സമീപത്താണ് സംഭവം. കുട്ടി മരിച്ച സംഭവത്തിൽ കേസെടുത്ത നെടുമ്പാശ്ശേരി പോലീസ്. വീഴ്ച സംഭവിച്ചോ എന്നത് പരിശോധിക്കുമെന്ന് ആലുവ DYSP TR രാജേഷ്. പോലീസ് പ്രാഥമിക പരിശോധന പൂർത്തിയാക്കി. ഭവന വാഹന വ്യക്തിഗത വായ്പകൾക്കുള്ള പലിശ കുറയും. റിപ്പോ നിരക്ക് 0.5% കുറച്ചു. 5 വർഷങ്ങൾക്ക് ശേഷമാണ് റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറയ്ക്കുന്നത്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ബജറ്റിൽ നിരവധി പ്രഖ്യാപനങ്ങൾ. ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം അനുവദിക്കും. അത് PF-ൽ ലയിപ്പിക്കും. DA കുടിശ്ശികയുടെ 2 ഗഡുക്കളുടെ ലോക്കിംഗ് പീരീഡ് നടപ്പ് സാമ്പത്തിക വർഷം ഒഴിവാക്കും. സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡുവായ 600 കോടി രൂപ ഈ മാസം തന്നെ വിതരണം ചെയ്യും. സർക്കാർ ജീവനക്കാർക്ക് കോളടിച്ചു. 1 ഗഡു ക്ഷാമബത്ത ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഏപ്രിലെ ശമ്പളത്തിനൊപ്പം നൽകാൻ തീരുമാനം. പഴയ പെൻഷൻ സ്കീം നടപ്പാക്കാൻ നടപടി കൈക്കൊള്ളും. ദിവസവേതനക്കാർക്ക് 5% വേതന വർധനവും ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചു. ക്ഷേമ പെൻഷനിൽ വർധനയില്ല. ക്ഷേമ പെൻഷൻ 1600 രൂപയായി തന്നെ തുടരും. കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കും. തദ്ദേശ സ്ഥാപന തലത്തിൽ സോഷ്യൽ ഓഡിറ്റ് നടത്തി ക്ഷേമ പെൻഷനിലെ അനർഹരെ ഒഴിവാക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഭൂനികുതി കുത്തനെ കൂട്ടി ബജറ്റ്. 50% നികുതി വർധനവ് എല്ലാ സ്ലാബുകളിലും ബാധകമാണ്. 100 കോടിയുടെ അധിക വരുമാനമാണ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത്. സർക്കാർ ഭൂമിയുടെ പാട്ടത്തുകയും വർദ്ധിപ്പിച്ചു. 15 വർഷം കഴിഞ്ഞ് സ്വകാര്യ വാഹനങ്ങളുടെ നികുതി കുത്തനെ വർദ്ധിപ്പിച്ചു. 50% വർധന. കോടതി ഫീസ് വർദ്ധിപ്പിച്ചു. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് പരിഷ്കരണം നടക്കുന്നത്. ഇതിലൂടെ 150 കോടിയുടെ വരുമാന വർധനമാണ് പ്രതീക്ഷിക്കുന്നത്. KSRTCക്ക് ബജറ്റിൽ സഹായം. പുതിയ ബസ്സുകൾ വാങ്ങാൻ 107 കോടി രൂപ അനുവദിച്ചു. KSRTCയുടെ അടിസ്ഥാന വികസനത്തിന് 78.96 കോടിയും വകയിരുത്തി. ഗവേഷകർക്കായി CM റിസർച്ച് സ്കോളർഷിപ്പ് നടപ്പാക്കുമെന്ന് ബജറ്റിൽ. പ്രതിമാസം 10,000 രൂപയാണ് നൽകുക. ഇതിനായി 20 കോടി വകയിരുത്തി. നവകേരള സദസ്സിന്റെ അടിസ്ഥാന പദ്ധതികൾക്കായി 210 കോടി രൂപ വകയിരുത്തി ബജറ്റ്. ഇതുവഴി ഓരോ മണ്ഡലത്തിലും 7 കോടിയുടെ പദ്ധതികൾ ഏറ്റെടുക്കാനാകും. പ്ലാനിൽ വകയിരുത്തിയതിനു പുറമെ 500 കോടി രൂപ പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി മാറ്റിവെക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ തീക്ഷ്ണമായി ബാധിച്ച സാമ്പത്തിക പ്രതിസന്ധിയെ കേരളം അതിജീവിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. വരും വർഷങ്ങളിൽ ഇനിയും ഇത് മെച്ചപ്പെടും. ധനസ്ഥിതി മെച്ചപ്പെട്ടു എന്ന് പറയുന്നത് തികഞ്ഞ യാഥാർത്ഥ്യ ബോധത്തോടെയാണെന്നും ധനമന്ത്രി പറഞ്ഞു. ബജറ്റിൽ കേന്ദ്രത്തെ വിമർശിച്ച ധനമന്ത്രി KN ബാലഗോപാൽ ഞെരുക്കത്തിന് പ്രധാന കാരണം കേന്ദ്ര അവഗണനയാണ്. കേന്ദ്രത്തിന്റേത് ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന നിലപാട്. പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുകയാണ്. GST വന്നതോടെ സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനം കുറഞ്ഞതായും ഇനി ഒന്നും വെട്ടിക്കുറയ്ക്കാനില്ലെന്നും ധനമന്ത്രി. വയനാട് പുനരധിവാസത്തിന് ആദ്യഘട്ടമായി 750 കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ. CMDRF, SDMA സ്പോൺസർഷിപ്പ് തുടങ്ങിയവ പദ്ധതിയിൽ ഉപയോഗിക്കും. പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും ധനമന്ത്രി.
നഗരമേഖലയ്ക്ക് ബജറ്റിൽ പ്രത്യേക പരിഗണന. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗരങ്ങളുടെ വികസനത്തിന് മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കുമെന്ന് ബജറ്റിൽ ധനമന്ത്രി. വിഴിഞ്ഞം തുറമുഖ പദ്ധതി 2028 പൂർത്തിയാക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. വിഴിഞ്ഞത്തെ പ്രധാന കയറ്റി ഇറക്കുമതി തുറമുഖമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. വിഴിഞ്ഞത്തിനായി റോഡ് വികസനം വേഗത്തിലാക്കുമെന്നും ബജറ്റിൽ ധനമന്ത്രി. ലൈഫ് പദ്ധതിക്ക് 1160 കോടി രൂപ വകയിരുത്തി ബജറ്റ്. കാരുണ്യ പദ്ധതിക്ക് ആദ്യഘട്ടമായി 700 കോടി രൂപ അനുവദിക്കുന്നതായും ധനമന്ത്രി. പൊതുമരാമത്ത്, റോഡുകൾക്കും പാലങ്ങൾക്കുമായി 3061 കോടി രൂപ വകയിരുത്തി ബജറ്റ്. 150 പാലം ഉടൻ പൂർത്തീകരിക്കും. കിഫ്ബിയും റീബിൽഡ് കേരളയും വഴി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പുറമെയാണിതെന്നും ധനമന്ത്രി പറഞ്ഞു. കണ്ണൂരിലും കൊല്ലത്തും IT പാർക്ക്. കണ്ണൂർ വിമാനത്താവളത്തിന് സമീപം IT പാർക്ക് തുടങ്ങാൻ 293 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചു. കൊല്ലം കോർപ്പറേഷന്റെ ഭൂമി ഉപയോഗപ്പെടുത്തിയാകും കൊല്ലത്തെ IT പാർക്ക്. തിരുവനന്തപുരത്തെ AI ഹബ്ബാക്കി മാറ്റുമെന്ന് ബജറ്റിൽ പ്രഖ്യാപനം. ഇതിനായി തലസ്ഥാനത്ത് GPU ക്ലസ്റ്റർ ആരംഭിക്കും. പ്രാരംഭ പ്രവർത്തനത്തിന് 10 കോടി വകയിരുത്തി. ചൈനയുടെ ഡീപ് സീക്കിനെയും പരാമർശിച്ച് ധനമന്ത്രി. ഭവന നിർമ്മാണത്തിനായി സഹകരണ ഭവന പദ്ധതി. റെസിഡൻഷ്യൽ കോംപ്ലക്സ് വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. 2 വർഷത്തിനുള്ളിൽ 1 ലക്ഷം ഭവനങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുന്നതാണ് പദ്ധതിയെന്നും ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചു. MTയുടെ ഓർമ്മയ്ക്ക് പഠന കേന്ദ്രം. തുഞ്ചൻ പറമ്പിലെ മലയാളം സർവകലാശാലയോട് ചേർന്നാകും പഠന കേന്ദ്രം. ഇതിനായി 5 കോടി രൂപ അനുവദിച്ചു. ദേശീയപാത ഈ വർഷം അവസാനം ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാനാകുമെന്ന് ധനമന്ത്രി. ഒരിക്കലും നടക്കില്ലെന്ന് പ്രഖ്യാപിച്ച് 2016 മുൻപ് സർക്കാർ ഉപേക്ഷിച്ച ദേശീയപാത വികസനം യാഥാർത്ഥ്യമാവുകയാണ്. മലയോര തീരദേശ പാതകൾ യാഥാർത്ഥ്യമാകുന്നതിനുള്ള നടപടികളും വേഗത്തിൽ പുരോഗമിക്കുകയാണെന്നും ധനമന്ത്രി. വന്യജീവി ആക്രമണം തടയാൻ പ്രത്യേക പാക്കേജ് നടപ്പിലാക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ഇതിനായി 50 കോടി അധികം അനുവദിച്ചു. വനം വന്യജീവി സംരക്ഷണത്തിന് 306.61 കോടി രൂപയും വകയിരുത്തി. പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ ഇല്ലാതാക്കാൻ പാമ്പ് വിഷബാധ ജീവഹാനി രഹിത കേരളം പദ്ധതിക്കായി 25 കോടി രൂപ പ്രഖ്യാപിച്ചു. തെരുവുനായ ആക്രമണം പ്രതിരോധിക്കാൻ 2 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. സർക്കാർ വാഹനങ്ങൾ വാങ്ങാൻ 100 കോടി വകയിരുത്തി ബജറ്റ്. കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ മാറ്റുമെന്നും ധനമന്ത്രി. ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ വാടകയ്ക്ക് നൽകാൻ സർക്കാർ ഇടപെടലിൽ ഹോം ടൂറിസം പദ്ധതി. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 5 കോടി രൂപ വകയിരുത്തി. ഫോർട്ട് കൊച്ചി, കുമരകം, കോവളം, മൂന്നാർ എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുക. കാർഷിക മേഖലയ്ക്ക് ബജറ്റിൽ ഊന്നൽ. നെല്ല് വികസന പദ്ധതിക്ക് 150 കോടിയും സമഗ്ര പച്ചക്കറി ഉൽപാദന വികസനത്തിന് 75.47 കോടി രൂപയും വകയിരുത്തി. കശുവണ്ടി മേഖലയ്ക്ക് അനുവദിച്ചത് 30 കോടിയാണ്. കാർഷിക സർവകലാശാലയ്ക്ക് 45 കോടി രൂപയും ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് കുട്ടികൾ കുറയുന്നു എന്ന് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി. ജനസംഖ്യ കുറയുന്നതിന്റെ സവിശേഷ സാഹചര്യം വിശദീകരിച്ചത് ജനസംഖ്യാ പരിണാമം എന്ന തലക്കെട്ടിൽ. ഇതിനു കാരണം കുടിയേറ്റം മാത്രമല്ലെന്നും എല്ലാതരം പ്രവാസത്തെയും കണ്ണുമടച്ച് പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം തിരുത്തണമെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി. അതേസമയം സംസ്ഥാന ബജറ്റിനെതിരെ പ്രതിപക്ഷം രംഗത്ത്. വകയിരുത്തിയ പണം വായ്പ തിരിച്ചടയ്ക്കാൻ പോലും തികയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് അടക്കം വെട്ടിച്ചുരുക്കി. 20 വർഷം കേരളത്തെ പിന്നോട്ടടിക്കുന്നതാണ് ബാലഗോപാലിന്റെ ബജറ്റ്. കേരളത്തിൽ നിന്ന് ബ്രെയിൻ ഡ്രെയിൻ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ബജറ്റെന്നും പ്രതിപക്ഷ നേതാവ്. കേരളത്തിന്റെ വളർച്ചയ്ക്ക് ഉത്തേജനം പകരുന്ന ബജറ്റെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കേന്ദ്രം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്ന ഘട്ടത്തിലും ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതാണ് ബജറ്റ്. കേന്ദ്രത്തിന് മുന്നിൽ മുട്ടുകുത്തില്ല. വയനാട് ദുരന്തബാധിതരെ സംസ്ഥാനം കൈവിടില്ലെന്നതിന് തെളിവാണ് ബജറ്റെന്നും ബിനോയ് വിശ്വം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗം വളർച്ചയുടെ പാതയിലാണെന്ന് സൂചന നൽകി സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. 2022 മുതൽ 23 4.2% നിന്നും GDP 6.2% ഉയർന്നു. കേരളത്തിലെ ആളോഹരി വരുമാനം ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണെന്നും റിപ്പോർട്ടിൽ.
CPM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൽ സർക്കാരിനെതിരെ പ്രമേയം. വൻകിട വികസന പദ്ധതികൾക്ക് പുറകെ പോകുന്നത് അഭികാമ്യമല്ല എന്ന വിമർശനം. പെൻഷൻ, ക്ഷേമനിധി തുടങ്ങിയ ദുർബല ജനവിഭാഗങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടൽ വേണം. കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ മേഖലയിലെ പിന്നോക്കാവസ്ഥ എണ്ണിപ്പറഞ്ഞ പ്രമേയവും യോഗത്തിൽ. മഞ്ചേരിയിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തതിന്റെ പേരിൽ 1ാം വർഷ വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. മർദ്ദനമേറ്റത് തിരുവാലി ഹിക്മിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ 1ാം വർഷ BCom വിദ്യാർത്ഥിക്ക്. മുൻവശത്തെ പല്ലുകൾക്ക് പൊട്ടലുണ്ട്. താടിയലിൽ 3 തുന്നൽ. പാതിവില തട്ടിപ്പിൽ എറണാകുളത്ത് രജിസ്റ്റർ ചെയ്തത് 15 കേസുകളെന്ന് ആലുവ റൂറൽ SP വൈഭവ് സക്സേന. പരാതികൾ ലഭിച്ചു. കേസിൽ പ്രതികളുടെ എണ്ണം കൂടാനാണ് സാധ്യത. അനന്തകൃഷ്ണന്റെ ബാങ്ക് രേഖകളിൽ CSR ഫണ്ട് എത്തിയിട്ടില്ലെന്നും SP. നജീബ് കാന്തപുരം MLA-ക്കെതിരെ കേസെടുത്ത് പെരിന്തൽമണ്ണ പോലീസ്. വഞ്ചനാ കുറ്റമടക്കം വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. പുലാമന്തോൾ സ്വദേശിനി അനുപമയുടെ പരാതിയിലാണ് നടപടി. പാതിവില തട്ടിപ്പിൽ നജീബ് കാന്തപുരം MLA പങ്കുപറ്റിയെന്നാരോപിച്ച് DYFI പ്രതിഷേധം. നജീബ് കാന്തപുരത്തിന്റെ രാജി ആവശ്യപ്പെട്ട് പെരിന്തൽമണ്ണയിലെ MLA ഓഫീസിലേക്ക് DYFI മാർച്ച് P. സരിൻ ഉദ്ഘാടനം ചെയ്തു. കൊടുവള്ളി മാഫിയ സംഘത്തിന്റെ ലീഡറായി നജീബ് കാന്തപുരം പെരിന്തൽമണ്ണക്കാരെ പറ്റിക്കുകയാണെന്ന് P. സരിൻ. MLA-യുടെ മുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടണമെന്നും ആവശ്യം. വാളയാറിലെ പെൺകുട്ടികളെ ബലാത്സംഗത്തിന് ഇരയാക്കാൻ കൂട്ടുനിന്നത് അമ്മയും ഭർത്താവുമെന്ന് CBI. കേസിലെ 1ാം പ്രതിയുമായി കുട്ടികളുടെ സാന്നിധ്യത്തിൽ അമ്മ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നും 2 ആഴ്ച മുമ്പ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ CBI. കാരണവർ വധക്കേസ് പ്രതി ഷെറിനെതിരെ നിർണായക വെളിപ്പെടുത്തലുമായി സഹതടവുകാരി. ഷെറിന് അട്ടക്കുളങ്ങര ജയിലിൽ ഉദ്യോഗസ്ഥർ VIP പരിഗണന നൽകി. പുറത്തുനിന്ന് ഭക്ഷണം എത്തിച്ചു. ബെഡും തലയിണയും അടക്കമുള്ള സൗകര്യങ്ങളും നൽകി. മുഖം നോക്കാൻ കണ്ണാടിയും മേക്കപ്പ് സെറ്റും അനുവദിച്ചുവെന്നും സഹതടവുകാരി സുനിതയുടെ വെളിപ്പെടുത്തൽ. അന്നത്തെ ജയിൽ DIG പ്രദീപാണ് ഷെറിന് സൗകര്യം ഒരുക്കിയതെന്ന് സുനിത. പ്രദീപുമായി ഷെറിന് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നുവെന്നും ആരോപണം. പത്തനംതിട്ട മിത്രപുരം 40,000 പടിയിൽ ബൈക്കും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. അടൂർ 14-ാം മൈൽ സ്വദേശികളായ അമൽ, നിഷാന്ത് എന്നിവരാണ് മരിച്ചത്. പാലക്കാട് കൂറ്റനാട് നേർച്ചയ്ക്കിടെ ഇടഞ്ഞ ആന പാപ്പാനെ കുത്തിക്കൊന്നു. കോട്ടയം സ്വദേശി കുഞ്ഞുമോനാണ് മരിച്ചത്. ഒട്ടേറെ വാഹനങ്ങളും ആന നശിപ്പിച്ചു. കലൂർ സ്റ്റേഡിയത്തിലെ റെസ്റ്റോറന്റിലെ പൊട്ടിത്തെറിയിൽ കടയുടമയ്ക്കെതിരെ കേസെടുത്തു. ഐഡലി കഫേ ഉടമ ദീപകിനെതിരെയാണ് കേസ്. പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ്. മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെയാണ് റെസ്റ്റോറന്റിന്റെ പ്രവർത്തനമെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടായേക്കും. ഇടുക്കി മറയൂരിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട വിമലിന്റെ സംസ്കാരം നടന്നു. മറയൂർ ചമ്പക്കാട് ആദിവാസി കുടിയിൽ ആചാരപ്രകാരമായാണ് ചടങ്ങുകൾ നടന്നത്. ഇന്നലെ ചിന്നാർ വനമേഖലയിൽ ഫയർലൈൻ തെളിക്കാനായി പോയപ്പോഴാണ് വിമലിനെ കാട്ടാന ആക്രമിച്ചത്. 9 പേരടങ്ങുന്ന സംഘത്തിൽ അവസാനമായി നടന്ന ആളെ ആന തുമ്പിക്കൈയിലെടുത്ത് നിലത്തടിക്കുകയായിരുന്നു. കൊട്ടാരക്കര സദാനന്ദപുരത്ത് രോഗിയുമായി പോയ ആംബുലൻസ് ലോറിയുമായി കൂട്ടിയിടിച്ച് ഉണ്ടായ അപകടത്തിൽ മരണം 4ആയി. മരിച്ചത് ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ബിന്ദു. സംഭവ ദിവസം മരിച്ചത് ബിന്ദുവിന്റെ അച്ഛൻ തമ്പിയും അമ്മ ശ്യാമളയുമായിരുന്നു. ലോറിയിലുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയും കഴിഞ്ഞ ദിവസം ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു. നോക്കാം ദേശീയ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ. 70 മണ്ഡലങ്ങളിലായി മത്സര രംഗത്തുള്ളത് 699 സ്ഥാനാർത്ഥികൾ. എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ച് BJP. ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് BJP 15 കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്ന് കേജ്രിവാളിന്റെ ആരോപണം. തമിഴ്നാട്ടിലെ വെല്ലൂരിൽ നാടിന് നടുക്കി ക്രൂര ബലാത്സംഗം. ഗർഭിണിയെ ഓടുന്ന ട്രെയിനിൽ വെച്ച് ബലാത്സംഗം ചെയ്യുകയും പുറത്തേക്ക് തള്ളിയിടുകയും ചെയ്തു. കോയമ്പത്തൂർ തിരുപ്പതി ഇന്റർസിറ്റി എക്സ്പ്രസിലാണ് സംഭവം. 4 മാസം ഗർഭിണിയായ യുവതിയാണ് പീഡനത്തിനിരയായത്. യുവതി ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ. പ്രതി ഹേമരാജിനെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതി ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്ന് പോലീസ്. രതൻ ടാറ്റയുടെ വിൽപത്രത്തിൽ ഇടം നേടി കുടുംബത്തിന് പുറത്തുനിന്നും മറ്റൊരാൾ കൂടി. മോഹിനി മോഹൻ മൽഹോത്രയുടെ പേരിലാണ് രതൻ ടാറ്റ 500 കോടി സ്വത്ത് എഴുതി വെച്ചത്. കുടുംബത്തിന് പുറത്തുനിന്ന് ടാറ്റയുടെ വിൽപത്രത്തിൽ ഇടം നേടിയ വ്യക്തികളിൽ ഒരാളാണ് മോഹിനി. ട്രാവൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ജംഷഡ്പൂരിൽ നിന്നുള്ള മോഹിനി. അന്താരാഷ്ട്ര വാർത്തകൾ.
അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് ഉപരോധം ഏർപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്കുള്ള സാമ്പത്തിക സഹായം അവസാനിപ്പിക്കുമെന്നും കോടതിയിലെ ഉദ്യോഗസ്ഥർക്ക് അമേരിക്കയിലും സഖ്യരാജ്യങ്ങളിലും വിസ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും ഉത്തരവിൽ പറയുന്നു. അമേരിക്കയെയും ഇസ്രായേലിനെയും ലക്ഷ്യം വെക്കുന്നുവെന്നാണ് നടപടിക്ക് കാരണമായി ട്രംപ് പറയുന്നത്. ഇന്ത്യയിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്ന അഭിപ്രായങ്ങളും പ്രസ്താവനകളും എതിർത്ത് ബംഗ്ലാദേശ്. ഇന്ത്യൻ സർക്കാരിനെ ശക്തമായ പ്രതിഷേധം ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിദ്വേഷജനകവുമായ പ്രസ്താവനകൾ നടത്തുന്നത് തടയാൻ ഉചിതമായ നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. പ്രാദേശിക കടുത്തുരുത്തിയിൽ 20.5 പവൻ സ്വർണം മോഷ്ടിച്ച കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ. തൊടുപുഴ സ്വദേശി കോലാനി സെൽവനെയാണ് കടുത്തുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. കുറുപ്പന്തറ ആനി തോട്ടത്തിൽ വർഗീസ് സേവ്യറിന്റെ വീട്ടിലായിരുന്നു കവർച്ച. 34ഓളം മോഷണ കേസുകളിൽ പ്രതിയാണ് സെൽവകുമാർ. സ്വകാര്യ വ്യക്തി റോഡ് കയ്യേറി നിർമ്മാണം നടത്തുന്നതായി പരാതി. മുക്കംകടവ് കളരിക്കണ്ടി റോഡിന്റെ മുക്കംകടവ് പാലത്തിനടുത്ത് റോഡ് കയ്യേറി നിർമ്മാണം നടത്തുന്നതായാണ് പരാതി. കയ്യേറ്റത്തിനെതിരെ നാട്ടുകാർ ജനകീയ സമിതി രൂപീകരിച്ചു. ബ്രഹ്മസ്ഥാന മഹോത്സവത്തിനൊരുങ്ങി കൈമനത്തെ അമൃത് നഗർ മാതാ അമൃതാനന്ദമയി മഠം. നാളെയും മറ്റന്നാളും വാർഷിക ബ്രഹ്മസ്ഥാന മഹോത്സവത്തിൽ മാതാ അമൃതാനന്ദമയി ഭക്തർക്ക് ദർശനം നൽകും. അവസാന ഭക്തനും ദർശനം നൽകും വരെ സത്സംഗം നീളും. 10 ഉച്ചയോടെ അമൃതാനന്ദമയി നാഗർകോവിലിലെ ആശ്രമത്തിലേക്ക് തിരിക്കും. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ 10.8 കോടി രൂപയുടെ വികസന പദ്ധതി വരുന്നു. ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റി കോംപ്ലക്സ് കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആശുപത്രിയുടെ സമഗ്ര വികസനം സാധ്യമാക്കുന്നത്. ഒപ്പനയിൽ മണവാളനായി പട്ടാമ്പി MLA മുഹമ്മദ് മൂസിൻ. ജനപ്രതിനിധികളുടെ ഒപ്പനയിൽ MLA മണവാളനായത് പട്ടാമ്പിയിൽ നടക്കുന്ന കഫേ കുടുംബശ്രീ ഭക്ഷ്യമേളയുടെ വേദിയിൽ വെച്ചാണ്. ജനപ്രതിനിധികളായ O ലക്ഷ്മിക്കുട്ടി, MK ബേബി ഗിരിജ, രതി ഗോപാലകൃഷ്ണൻ, ആനന്ദവല്ലി, PK കവിത തുടങ്ങിയവരും ഒപ്പനയിൽ പങ്കെടുത്തു. കഴിഞ്ഞ വർഷത്തെ കടുത്ത വേനലിൽ കൃഷി നശിച്ച ഇടുക്കിയിലെ ഏലം കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമായില്ല. ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ വർഷം വേനൽ ചൂടിൽ കരിഞ്ഞുണങ്ങി നശിച്ചത് 17,944 കർഷകരുടെ കൃഷിയാണ്. അനുവദിച്ച തുച്ഛമായ തുകയും ലഭിക്കുന്നില്ലെന്ന് കർഷകർ. പുലിപ്പേടിയിലാണ് ഏറനാട് ചാലിയാർ പഞ്ചായത്തിലെ വേട്ടേക്കോട്. പുലിയെ നേരിൽ കണ്ടതായി നാട്ടുകാരും പറയുന്നു. സ്ഥലത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധന നടക്കുകയാണ്. പാലക്കാട് ഓങ്ങല്ലൂരിലെ ഹരിതകർമ്മ സേനയ്ക്കിനി തലച്ചുമട് എടുക്കേണ്ട ആവശ്യമില്ല. ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കൊണ്ടുപോകാൻ ട്രോളി നൽകി ഗ്രാമപഞ്ചായത്ത്. 4.5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. കായംകുളം KP റോഡിലെ അനധികൃത വഴിയോര കച്ചവടം നഗരസഭ ഒഴിപ്പിച്ചു. കായംകുളം പോലീസ് സ്റ്റേഷന് സമീപം മുതൽ റെയിൽവേ ഓവർബ്രിഡ്ജിന് പടിഞ്ഞാറ് ഭാഗം വരെയുള്ള കച്ചവടങ്ങളാണ് ഒഴിപ്പിച്ചിരിക്കുന്നത്. പോലീസിന്റെ സഹായത്തോടെയാണ് അനധികൃത കച്ചവടങ്ങൾ ഒഴിപ്പിച്ചത്. കൊല്ലം കടയ്ക്കൽ കാഞ്ഞിരത്തിൻമൂട്ടിൽ നിയന്ത്രണം വിട്ട കാറ് ചായക്കടയിലേക്ക് ഇടിച്ചു കയറി അപകടം സംഭവിച്ചു. ഇന്നലെ പുലർച്ചെയാണ് സംഭവം നടന്നത്. കാഞ്ഞിരത്തിൻമൂട് പാറക്കാടുള്ള വിജയകുമാറിന്റെ കടയിലേക്കാണ് കാറ് ഇടിച്ചു കയറിയത്. കടയിൽ ആളുകൾ ഇല്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. കാർ ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണം. തിരുവനന്തപുരം നെയ്യാറ്റിൻകര വെൺപകലിൽ യുവതിയെ യുവാവ് വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ശാസ്താംതല സ്വദേശി സൂര്യയ്ക്കാണ് വെട്ടേറ്റത്. വെൺപകൽ സ്വദേശി സച്ചുവാണ് ആക്രമണം നടത്തിയത്. പരിക്കേറ്റ സൂര്യയെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കോഴിക്കോട് കണ്ണൂർ ജില്ലാ അതിർത്തിയായ വളയത്തെ പാറച്ചാലിൽ മുക്കിൽ നിന്നും കണ്ടെടുത്ത 14 സ്റ്റീൽ ബോംബുകളും 2 പൈപ്പ് ബോംബുകളും നിർവീര്യമാക്കി. നാദാപുരം ചേലക്കാട് ക്വാറിയിലെത്തിച്ചാണ് ബോംബുകൾ നിർവീര്യമാക്കിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് അരീക്കര BSF റോഡിൽ കലുങ്കിനിടയിൽ സൂക്ഷിച്ച ബോംബുകളും ആയുധങ്ങളും കണ്ടെത്തിയത്.
തിരുവനന്തപുരം കാട്ടാക്കട കള്ളിക്കാട് ബൈക്കും കാറും കൂട്ടിയിടിച്ച് അപകടം. ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്ക് സംഭവിച്ചു. കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് ഓവർസിയർ ശ്രീജിത്തിനാണ് പരിക്ക് പറ്റിയത്. അപകടം നടന്ന ഭാഗത്തെ കനാലിന് സമീപം റോഡിന്റെ ഒരു ഭാഗം തകർന്ന അവസ്ഥയിലായിരുന്നു. കാറ് അമിത വേഗതയിൽ. എറണാകുളം അമ്പലമേട് പോലീസ് സ്റ്റേഷനിലെ സംഘർഷത്തിൽ അറസ്റ്റിലായ പ്രതികളുടെ ബന്ധുക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. പ്രതികളുടെ ഭാര്യയ്ക്കും അമ്മയ്ക്കുമെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരെ ദേഹോപദ്രവം ഏൽപ്പിച്ചു, ഡ്യൂട്ടി തടസ്സപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി. ഇന്നലെയാണ് അമ്പലമേട് പോലീസ് സ്റ്റേഷനിൽ പ്രതികൾ ആക്രമണം നടത്തിയത്. വമ്പൻ മാറ്റവുമായി ഓൺലൈൻ ഭക്ഷ്യ പലചരക്ക് വിതരണ പ്ലാറ്റ്ഫോമായ സൊമാറ്റോ. എറ്റേണൽ എന്ന കമ്പനിയുടെ പേര് മാറ്റി. പുതിയ ലോഗോയും പുറത്തിറക്കി. ആപ്പിന്റെ പേര് സൊമാറ്റോ എന്നായി തന്നെ തുടരും. പ്രമുഖ ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മാതാക്കളായ ഓല പുതിയ റോഡ്സ്റ്റർ എക്സ് എൻട്രി ലെവൽ മോഡൽ ഇന്ത്യയിൽ അവതരിപ്പിച്ചു. 74,999 രൂപയാണ് പ്രാരംഭ വില. 3 ബാറ്ററി ഓപ്ഷനുകളോടെ ഈ ബൈക്ക് ലഭ്യമാകും. പൂർണ്ണമായി ചാർജ് ചെയ്താൽ 200 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. മമ്മൂട്ടിയെ നായകനാക്കി നവാഗതനായ ഡീനോ ഡെനിസ് തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന ബസൂക്ക ഏപ്രിൽ 3 തിയേറ്ററുകളിലെത്തും. മൈൻഡ് ഗെയിം ത്രില്ലറായാണ് ചിത്രം ഒരുങ്ങുന്നത്. ചിത്രത്തിൽ തമിഴ് സംവിധായകനും നടനുമായ ഗൗതം വാസുദേവ് മേനോൻ നിർണായക കഥാപാത്രത്തെ അവതരിപ്പിക്കുകയാണ്.